മാർച്ച് 1 വെയിൽസിലെ വിശുദ്ധ ഡേവിഡ്. വെൽഷ് ജനതയുടെ രക്ഷാധികാരിയാണ് വിശുദ്ധ ഡേവിഡ്. 6-ാം നൂറ്റാണ്ടിൽ ഒരു മിഷണറി ബിഷപ്പായും നിരവധി ആശ്രമങ്ങളുടെ സ്ഥാപകനായും ഓർമ്മിക്കപ്പെടുന്നു. ആംഗ്ലിക്കൻ പിളർപ്പിന് മുൻപ് വെയിൽസിലെ പള്ളികൾക്ക് ഡേവിഡ് ഒരു ജനപ്രിയ നാമമായിരുന്നു. 2010 UK സന്ദർശനവേളയിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ വെയിൽസ് സന്ദർശിച്ചില്ലെങ്കിലും അദ്ദേഹം അതിൻ്റെ രക്ഷാധികാരിയുടെ മൊസൈക്ക് ഐക്കൺ ആശീർവദിക്കുകയും വിശുദ്ധ ഡേവിഡിനെ 6-ാം നൂറ്റാണ്ടിലെ മഹത്തായ വിശുദ്ധന്മാരിൽ ഒരാളായി വിശുദ്ധന്മാരുടെയും സുവർണ കാലഘട്ടത്തെയും പ്രശംസിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തി. ബെനഡിക്ട് മാർപ്പാപ്പ തൻ്റെ അഭിപ്രായത്തിൽ തൻ്റെ സന്യാസി സഹോദരങ്ങളോടുള്ള വിശുദ്ധൻ്റെ മരണാസന്നമായ വാക്കുകൾ അനുസ്മരിച്ചു. സന്തോഷമായിരിക്കുക, വിശ്വാസം നിലനിർത്തുക, ചെറിയ കാര്യങ്ങൾ ചെയ്യുക. വിശുദ്ധ ഡേവിഡിൻ്റെ സന്ദേശം അതിൻ്റെ എല്ലാ ലാളിത്യത്തിലും സമ്പന്നതയിലും ഇന്നും വെയിൽസ് മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഡേവിഡ് തൻ്റെ സമകാലനായ മറ്റൊരു വെൽഷ് ബിഷപ്പും സന്യാസിയുമായ വിശുദ്ധ ടെയിലോയുടെ ബന്ധുവാണെന്ന് തോന്നുന്നു. സന്യാസ അധ്യാപകനായ വിശുദ്ധ പോളിനസിൻ്റെ ശിഷ്യനായിട്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം വിശുദ്ധ ടിലോയുടെ അധ്യാപകരിൽ ഒരാളായിരുന്നു. വെയിൽസിനെയും അയർലൻഡിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന തുറമുഖ നഗരമായ മെനേവിയയിലെ ബിഷപ്പായി ഡേവിഡ് സേവനമനുഷ്ഠിച്ചുവെന്ന് വ്യക്തമാണ്. സഭയുടെ 2 പ്രാദേശിക കൗൺസിലുകളിൽ അദ്ദേഹത്തിൻ്റെ നേതൃപരമായ പങ്കുണ്ട്. കഠിനമായ സന്യാസത്തിന് പ്രശസ്തി നേടിയ ഡേവിഡ് 12 ആശ്രമങ്ങൾ സ്ഥാപിച്ചു. കഠിനമായ അധ്വാനം, നിശബ്ദത, നീണ്ട മണിക്കൂറുകളുള്ള പ്രാർത്ഥന, മാംസവും മദ്യവും പൂർണ്ണമായും ഒഴിവാക്കിയ ഭക്ഷണക്രമം എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്യാസിമാർ അവരുടെ ജീവിതം ആദ്യകാല മരുഭൂമിയിലെ സന്യാസിമാരെ മാതൃകയാക്കി. സന്യാസിമാർ തങ്ങളുടെ വയലുകൾ പരിപാലിക്കാൻ മൃഗങ്ങളെ ഉപയോഗിച്ചില്ല. കൂടാതെ റൊട്ടി, പച്ചക്കറികൾ, വെള്ളം എന്നിവ മാത്രം കഴിച്ച് ജീവിച്ചു. 1120 കാലിസ്റ്റസ് 2 മാർപ്പാപ്പ വിശുദ്ധ ഡേവിഡ് ഓഫ് വെയിൻസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.